അലൈക്കും സുഹൃത്തുക്കളെ, എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എന്റെ പവർ സപ്ലൈ PS24 ആണ്. ഇത് ജപ്പാനിൽ നിർമ്മിച്ച ഒരു ഫോണിൽ നിന്നുള്ളതാണ്. ഇത് 24 വോൾട്ട് 2 എയർ ആണ്. ഇത് പവർ ഓൺ ആകുന്നില്ല. നമുക്കത് പരിശോധിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഉപകരണം പരീക്ഷിക്കുമ്പോൾ എല്ലായ്പ്പോഴും പവർ അപ്പ് ചെയ്യാൻ സീരീസ് ലെങ്ത് ഉപയോഗിക്കുക. പവർ ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് നല്ല പ്രായോഗിക പരിചയമില്ലെങ്കിൽ അത് സ്വയം നന്നാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. DC വോൾട്ടേജ് പോസിറ്റീവ്, നെഗറ്റീവ്, ഗ്രൗണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഔട്ട്പുട്ടും ഇല്ല. ഇൻപുട്ട് ടെർമിനലിൽ ഞങ്ങൾക്ക് 238 വോൾട്ട് ഉണ്ട്. പ്രശ്നം എന്താണെന്ന് നോക്കാം. ട്രബിൾ ഷൂട്ടിങ്ങിനായി ആദ്യം നമ്മൾ അത് തുറക്കും. ഇതിന് ഇവിടെ 4 സ്ക്രൂകളുണ്ട്. 1, 2, 3, 4. ഇത് മൂടിയിരിക്കുന്നു. അതെ, ഇതിന് കുറച്ച് നിറവ്യത്യാസമുണ്ട്. പ്രധാന DC കപ്പാസിറ്റർ DC വോൾട്ടേജിലെ വോൾട്ടേജ് പരിശോധിക്കുന്നതിന് മുമ്പ് നമുക്ക് അത് തുറന്ന ഒരു പ്രദേശത്തും തുടരുത്. ശരി, അത് ഡിസ്ചാർജ് ചെയ്തു. ഇത് സുരക്ഷിതമാണ്. ഇനി നമുക്ക് അത് പരിശോധിക്കാം. ഈ കപ്പാസിറ്ററിൽ നമുക്ക് ഇവിടെ കത്തുന്ന ചിഹ്നം കാണാം. വൗ, ഈ IC കേടായി. 3842 IC ആണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കുടുംബം 3842, 3843, 3844, 3845 ഈ IC-കൾക്ക് ഏകദേശം ഒരേ സർക്യൂട്ട് ഉണ്ട്. ഈ റെസിസ്റ്റർ കത്തിച്ചിരിക്കുന്നു. ഈ റെസിസ്റ്റർ, ഈ കപ്പാസിറ്റർ, ഒരുപക്ഷെ ഈ കപ്പാസിറ്ററിന് ഈ IC-യിൽ നിന്ന് കത്തുന്ന ചിഹ്നം ഉണ്ടാകാം. തുടക്കത്തിൽ നമുക്ക് IC-യും ഈ റെസിസ്റ്ററും കാണാം. മറ്റ് ഇനങ്ങൾ നന്നായി കാണപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ ഈ IC മാറ്റി സ്ഥാപിക്കും. കട്ട് മാർക്ക് കണ്ടെത്തുക. ഇത് 1-ാം പിന്നായ സൂചിക അടയാളമാണ്. ആദ്യം ഞാൻ എല്ലാ പിന്നുകളിലേക്കും സോൾഡർ സ്പർശിക്കും. അതിനാൽ താപചാലകയ്ക്ക് ഇത് നല്ലതാണ്. അതെ, IC തീർന്നു. ഇപ്പോൾ നമ്മൾ പുതിയ IC ഇൻസ്റ്റാൾ ചെയ്യും. ഇപ്പോൾ ഈ IC ഈ അവസ്ഥയിലാണ്. ഒരു പിൻ പൂർണ്ണമായും വേർതിരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതെ, ഇത് 3842 ആണ്. നിങ്ങൾക്ക് UC 3842 അല്ലെങ്കിൽ KA 3842 ഉണ്ടെങ്കിൽ ഇത് ഒന്നുതന്നെയാണ്. രണ്ട് നമ്പറുകളും ഒന്നുതന്നെയാണ്. നിങ്ങൾക്ക് KA 3842 അല്ലെങ്കിൽ UC 3842 ഉണ്ടെങ്കിൽ ഒന്നുതന്നെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പർ 3842 ഉപയോഗിക്കാം. ഇതാണ് ജനറിക് നമ്പർ. ഇനി കട്ട് മാർക്ക് പരിശോധിച്ച് സൂചിക അടയാളം ഉപയോഗിച്ച് അലൈൻ ചെയ്യുന്ന പിൻ 1 കാൽപ്പാടിൽ പിൻ ചെയ്യുക. ഈ IC ഇവിടെ ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ബോർഡിൽ പിടിക്കുന്ന തരത്തിൽ ഒരു പിൻ ഞാൻ ഇവിടെ വളയ്ക്കും. ഐസോപ്രോപൈൽ ആൽക്കഹോൾ, ടെക്നിക്കൽ ആൽക്കഹോൾ, നേർത്തത് എന്നിവ ഉപയോഗിച്ച് സോളിഡിംഗ് ചെയ്ത ശേഷം സോളിഡിംഗ് ഏരിയയിൽ ഈ IC ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റർ പരിശോധിക്കാം. ഇത്
സംശയാസ്പദമായ സ്ഥാനത്തായിരിക്കുന്നത് എന്തുകൊണ്ട്? നമുക്കത് പരിശോധിക്കാം. അതെ, കപ്പാസിറ്റർ. മൾട്ടിമീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് പരിശോധിക്കുന്നതിന് മുമ്പ് കപ്പാസിറ്റർ ശരിയായി ഡിസ്ചാർജ് ചെയ്യുക. ചുവന്ന ലെഡ് പോസിറ്റീവായും കറുത്ത നിറത്തിൽ ഗ്രൗണ്ടിലേക്കും. ഇത് 36.8 മൈക്രോ ഫാരഡ് ആണ്. ഇത് 47 ആണ്. അതിനാൽ അതിന്റെ മൂല്യം കുറഞ്ഞു. 47 മൈക്രോ ഫാരഡ് ആയിരിക്കണം എന്നതിനാൽ ഞങ്ങൾ ഈ കപ്പാസിറ്റർ മാറ്റി സ്ഥാപിക്കും. നിങ്ങൾ ഈ അവസ്ഥയിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അത് ചാർജ് ശരിയായി നിലനിർത്തില്ല, കൂടാതെ പവർ സപ്ലൈ ചാഞ്ചാട്ടത്തിലായിരിക്കും, കാരണം ഇത് VCC പിന്നിലെ വോൾട്ടേജ് നിലനിർത്തില്ല. എനിക്ക് ഈ കപ്പാസിറ്റർ 47 മൈക്രോ 50 വോൾട്ട് ഉണ്ട്. ഇത് ഡിസ്ചാർജ് ചെയ്ത് പരിശോധിക്കുക. അതെ, 45.5. ഇത് നല്ലതാണ്, കാരണം ഇത് 36 ആയിരുന്നു, പക്ഷേ ഇത് നല്ലതാണ്. ഈ റെക്ടിഫയർ നമുക്ക് പരിശോധിക്കാം. ഇതും കേടായിരിക്കുന്നു. ഇനി ഞാൻ ഈ ഡയോഡ് നീക്കം ചെയ്യും. ഇനി ഞാൻ 1 4001 4007 ഉപയോഗിക്കും. അത് നല്ലതാണ്. ഞാൻ ഓക്സിലറി സെക്ഷനിൽ 1 4007 ഡയോഡ് ഉപയോഗിക്കും. പോളാരിറ്റി ശ്രദ്ധിച്ചുകൊണ്ട് ഡയോഡ് ഇടുക. ഇനി ഇവിടെയുള്ള ഈ റെസിസ്റ്റർ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു അറ്റം 5.3 ഓം തുറക്കും. ഇത് ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അത് മോസ്ഫെറ്റ് ഓടിക്കാൻ പോകുന്നു. അതെ, ഇത് പിൻ നമ്പർ 6 ൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ അത് മോസ്ഫെറ്റിലേക്ക് എത്തുന്നു. അതിനാൽ റെസിസ്റ്റർ നല്ലതാണ്. ഈ IC കാരണം ഇത് കേടായതാകാം, അല്ലെങ്കിൽ നമ്മൾ ഈ മോസ്ഫെറ്റ് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. നിങ്ങൾ പോളാർ കപ്പാസിറ്റർ DC കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പോളാരിറ്റി ശ്രദ്ധിക്കുക. റിവേഴ്സ് പോളാരിറ്റിയിൽ ഒരിക്കലും കണക്ട് ചെയ്യരുത്, അല്ലെങ്കിൽ കപ്പാസിറ്റർ ഉടനടി കേടാകും. നിങ്ങൾ സ്കീമാറ്റിക് തിരയുകയാണെങ്കിൽ കൃത്യമായ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല. അതിനായി IC നമ്പർ പരിശോധിച്ച് ഗൂഗിൾ ക്രോമിൽ പോയി ഡാറ്റ ഷീറ്റിനായി തിരയുക. ഡാറ്റ ഷീറ്റിൽ ഈ ICയുടെ സാമ്പിൾ സർക്യൂട്ട് നിങ്ങൾ കണ്ടെത്തും. ഈ സർക്യൂട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇത് നമ്മെ നയിക്കും. ഇനി ഫലം എന്താണെന്ന് പരിശോധിക്കാം. പോകൂ. വിതരണത്തിൽ ചില വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നത് കാണാം. വോൾട്ടേജ് പരിശോധിച്ചാൽ കുറഞ്ഞ വോൾട്ടേജ് ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നു. അതായത് IC ഇപ്പോൾ മാറുന്നു എന്നാണ്. പക്ഷേ സെക്കൻഡറിയിൽ എന്തോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. ICയിലും നമുക്ക് നിരീക്ഷിക്കാം.
5-ാം നമ്പർ പിൻ. 7-ാം നമ്പർ പിൻ. 8-ാം നമ്പർ പിൻ. ICF ഏറ്റക്കുറച്ചിലുകൾ കാണാൻ കഴിയും. ഏറ്റക്കുറച്ചിലുകൾ കണ്ടെത്തണമെങ്കിൽ ഔട്ട്പുട്ട് റെക്ടിഫയർ തുറക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതാണ്. ഇത്തവണ ഏറ്റക്കുറച്ചിലുകൾക്കൊപ്പം കുറഞ്ഞ വോൾട്ടേജ് ഉണ്ട്, അതായത് എന്തോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. ഏറ്റക്കുറച്ചിലുകൾക്കൊപ്പം റേറ്റ് ചെയ്ത മൂല്യത്തേക്കാൾ കൂടുതൽ ഇവിടെ പൂർണ്ണ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് പ്രശ്നകരമാണ്. എന്നാൽ ഇപ്പോൾ മിൽവോൾട്ടിൽ നമുക്ക് മിൽവോൾട്ടിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. അതിനാൽ നമുക്ക് ഇവിടെ വോൾട്ടേജ് പരിശോധിക്കേണ്ടതുണ്ട്, കൂടാതെ റെക്ടിഫയറുകളിലും പരിശോധിക്കാം. ഔട്ട്പുട്ട് സൈഡിൽ എന്തോ തെറ്റുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനാൽ നമുക്ക് ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഔട്ട്പുട്ട് സൈഡ് ഘടകങ്ങൾ പരിശോധിക്കാം. മൾട്ടിമീറ്റർ ഡയോഡിലേക്ക് സജ്ജമാക്കുക. ഈ ഡയോഡ് ഈ അകത്തെ ഡയോഡ് കേടായി. ഈ അകത്തെ ഡയോഡും കേടായി. 2 സെനർ, അതെ, ഇവിടെ SCR കേടായി. ഇവിടെ നമുക്ക് 431A വോൾട്ടേജ് റഫറൻസ് ഉണ്ട്. ഇതിന് പിന്നിൽ നമുക്ക് SPR ഉണ്ട്. അതിനാൽ SPRR കേടായി. നമുക്ക് ഈ റെക്ടിഫയർ ഉണ്ട്. നമുക്ക് ഈ സെനവും ഉണ്ട്. 2 സെനറും ഷോർട്ട് സർക്യൂട്ടാണ്. നമുക്ക് അത് നീക്കം ചെയ്യാം, തുടർന്ന് നമുക്ക് അത് പരിശോധിക്കാം. ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ ഷോർട്ട് സർക്യൂട്ട് ഘടകങ്ങൾ നീക്കം ചെയ്യുന്നു. ഇത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ടാണ്, ഇപ്പോൾ ഞാൻ SCR നീക്കം ചെയ്യുന്നു. ഈ SCR കേടായി. ഇപ്പോൾ ഞാൻ ഈ സെന നീക്കം ചെയ്തു. ഇത് C27 വോൾട്ട് സെനയാണ്. അതെ, ഇത് ഷോർട്ട് സർക്യൂട്ടാണ്. ഇത് ഈ സർക്യൂട്ടിൽ 431A ഉപയോഗിക്കുന്നു. 1, 2. ഈ ഘടകങ്ങൾ നീക്കം ചെയ്തതിനു ശേഷം നമുക്ക് പവർ ഓൺ ചെയ്ത് പരിശോധിക്കാം എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ എന്ന്. ഞാൻ ഇപ്പോൾ DC വോൾട്ടേജ് 45 വോൾട്ട് പൂർത്തിയാക്കി. നമുക്ക് ഇവിടെ 45 വോൾട്ട് ഉണ്ടെന്ന് കാണാൻ കഴിയും. ഇത് ഇപ്പോൾ നിയന്ത്രണാതീതമാണ്. ഫീഡ്ബാക്ക് ഇല്ല. ഫീഡ്ബാക്കിൽ വോൾട്ടേജ് പരിശോധിച്ചാൽ അതിനർത്ഥം ഫീഡ്ബാക്ക് ഇവിടെ എത്തുന്നു എന്നാണ്. ഇവിടെ പരിശോധിച്ചാൽ അതിന് 3.5 വോൾട്ട് ഉണ്ടോ എന്ന് നോക്കാം. അത് നല്ലതല്ല. അതായത് നമ്മുടെ ഒക്ടൂപ്ലർ കേടായേക്കാം. ഒക്ടൂപ്ലർ കേടായതായി ഞാൻ കരുതുന്നു. നമ്മൾ അത് മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട്. ഇതാ
അത് P4 മുതൽ 1 വരെ ഒക്ടൂപ്ലർ ഉപയോഗിക്കുന്നു. ഈ ഒക്ടൂപ്ലർ പരിശോധിക്കാം. ഇത് P4 മുതൽ 1 TLP അനുപാതം 4:1 ആണ്. ഇത് PC817 സമാനമാണ്. ഞാൻ 20 കിലോ ഓം ഉപയോഗിക്കും. ഇവിടെ 4 പോസിറ്റീവ് റെഡ് ലെഡ് പിൻ ചെയ്യുക. 3 ബ്ലാക്ക് ലെഡ് പിൻ ചെയ്യുക. ഇത് റെസിസ്റ്റൻസ് മോഡിലും ഇത് ഡയോഡ് മോഡിലും മൾട്ടിമീറ്റർ. ഇതാ 1 വോൾട്ട്. അതായത് ഡയോഡ് സൈഡ് നല്ലതാണ്. കളക്ടർ സൈഡ് എമിറ്റർ ട്രാൻസിസ്റ്റർ സൈഡ് ഇത് ഒരു റെസിസ്റ്റൻസ് നൽകുന്നില്ല. ഇപ്പോൾ ഞാൻ ഇത് പരിശോധിക്കും. അതെ, ഇത് റെസിസ്റ്റൻസ് നൽകുന്നു. ഞാൻ ഇത് പരിശോധിച്ചാൽ അത് റെസിസ്റ്റൻസ് നൽകുന്നില്ല. ഇപ്പോൾ ഞാൻ TLP 421 പകരം PC817 കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഈ സമയം പവർ ഓൺ ചെയ്യാം. കറണ്ട് റെഗുലർ ആണ്. ഇൻപുട്ട് സൈഡ് ഇപ്പോൾ പരിശോധിച്ചാൽ അത് നല്ല അവസ്ഥയിലാണ്. നമുക്ക് 1.09 വോൾട്ടും ഔട്ട്പുട്ട് സൈഡ് ഇപ്പോൾ 2.8484 അതായത് അത് ഇപ്പോൾ കണ്ടീഷൻ സ്റ്റേറ്റിലാണ്. നിങ്ങൾ ഔട്ട്പുട്ട് WTAGE പരിശോധിച്ചാൽ അത് ഇപ്പോൾ കൃത്യമായി 24.8787 വോൾട്ട് ആണ്. അത് നിയന്ത്രിക്കപ്പെടുന്നു. ഇതിനു മുമ്പ് ഈ ഒക്ടൂപ്ലർ പ്രവർത്തിക്കാത്തപ്പോൾ അത് ആ സമയത്ത് ICയിലേക്ക് മാറുന്നില്ലായിരുന്നു. 45 വോൾട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഇവയായിരുന്നു.